കുഴപ്പമില്ല, കണ്ടില്ല, പൈസ പോയി. കുഴപ്പമില്ല, നല്ല പടം, പക്ഷെ ആവറേജ്. നല്ല പടം, കൊള്ളാം, അടിപൊളി പടം. ഒരുപാട് ഇഷ്ടമായി. ലിജോന്റെ എല്ലാ സിനിമകളും പോലെ ഫസ്റ്റ് ഹാഫ് സിമ്പിളായിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫ് ജനഗണനയൊക്കെ പോലെ അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. ഇതിൽ ഫസ്റ്റ് ഹാഫ് നല്ല റെലവൻ്റ് ആയിട്ടുള്ള സിമ്പിൾ കാര്യങ്ങൾ പോലും പൊളിറ്റിക്കലി പറയും, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ റിയൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ചിരിക്കാനുണ്ട്, ലാസ്റ്റ് ഇമോഷണൽ ആവും. കൊള്ളാം, സൂപ്പർ പടം. ഇഷ്ടപ്പെടുന്ന നല്ല സിനിമയാണ്, നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. നിവിൻ്റെ ഒരു കംബാക്ക് തന്നെയാണ് സിനിമ. വളരെ നല്ല ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട്, നല്ല സ്ക്രീൻ പ്ലേ ഉണ്ട്, നല്ല മെസ്സേജ് ഉണ്ട്, രാഷ്ട്രീയത്തിനെ പറ്റി പറയുന്നുണ്ട്. ആക്ച്വലി വെരി ഗുഡ് സിനിമ, എല്ലാവരും വന്ന് കാണുന്നു. വലിയ മെച്ചമില്ല. ജനഗണമന ഒക്കെ പ്രതീക്ഷിച്ച് പോയതാണ്, പക്ഷെ എത്തിയിട്ടില്ല, ലെവലെത്തിയിട്ടില്ല. കണ്ടോ? ഇല്ലേ, രാത്രി കാണണം. അടിപൊളി, സൂപ്പറായിരുന്നു. എല്ലാവരും നൈസ് ആയിരുന്നു, നല്ല ഇമോഷണലി കണക്റ്റ് ആവും. ഉള്ള നൈസ് പടമായിരുന്നു. കുറേ നാളെ നിവിൻ പോളിൻ്റെ ഒരു നല്ല പടം കണ്ടത്. സീറ്റില്ല അടുത്തത് വേറെ ലെവല്, ഒന്നും പറയില്ല. അടിപൊളി ഇതുപോലെ തിരിച്ചു വരവ്, അതന്നെ അടിപൊളിയാണ്. ധ്യാൻ ശ്രീനിവാസ് നല്ല അടിപൊളിയാ, നല്ല പടം. നൈസ് പടമാണ്, അടിപൊളി. നിവിൻ പോളി വന്നത്, നിവിൻ പോളി നൈസ്, അടിപൊളിയാണ്. ഞാൻ ഓക്കെയാണ്, എല്ലാവരും നൈസാണ്. സൂപ്പർ സൂപ്പർ പടം, അടിപൊളി പടം, ഒരു രക്ഷയില്ല. അടിപൊളി പാടേ, അടിപൊളി പാടേ, സൂപ്പർ. പൈസ ഒന്ന് കളഞ്ഞാലും നല്ല പടം, തീപ്പൊരി പടം. കൊള്ളാം. കുഴപ്പമില്ല, അടിപൊളി. ഫീൽ ഗുഡ് സെറ്റപ്പാണ്. കൊള്ളാം. നല്ല പടമായിരുന്നു, കുഴപ്പമില്ല. നിവിൻ പോളിയുടെ പുതിയ കമ്പാക്ക്. അതിന് മുന്നേ പടങ്ങൾ പോലെ തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷേ നല്ലൊരു മേക്കിംഗ് ആണ്. പിന്നെ പോരാത്തതിന് അവസാനം കുറച്ച് ക്ലൈമാക്സ് കുറച്ച് സങ്കടപരമായ രീതിയിൽ വന്നു. പക്ഷേ ഫസ്റ്റ് തൊട്ട് കൊള്ളാം. സെക്കൻഡ് ഹാഫ് കുറച്ച്, പക്ഷേ നല്ല പടമാണ് ഓവറോൾ.